ഹലോ ഗൈസ്, നമ്മളെ ഉരുളൻകിഴങ്ങ് വെറുതെ ഒന്ന് അടുക്കളയിൽ ഇങ്ങനെ മുളച്ചിരിക്കണുണ്ടപ്പോളേ ഒന്ന് നട്ടു നോക്കിയതാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ എന്ത് കരുത്തിലാണ് വരുന്നത് അറിയാം. നല്ല ഉഷാറായിട്ട് വെറുതെ ഒരു ചാക്കിൽ നട്ടു നോക്കിയതാണ്. ഇങ്ങനെ കുഞ്ഞ് മുളക്കുന്നുണ്ട്, അത് മുളച്ച് തരുന്ന അവിടെ നിന്ന് മുന്നതേപോലെ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടേ ചെറിയത് വല്ലാതെ വലുതായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതെന്താ പാടുന്ന അത് കുറച്ച് ചീഞ്ഞിട്ടൊക്കെ പോയി. ഇതിപ്പോൾ നനക്കൽ വളരെ കുറവ്, നന ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഇതിനെ ചെറിയ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒരു കുറച്ച് വെള്ളം. ഇത് കമ്പോസ്റ്റിനാണ്. കമ്പോസ്റ്റിന് പിന്നെ പെട്ടെന്ന് ഈർപ്പം നഷ്ടപ്പെടില്ല. ഈർപ്പം നിലനിന്നാൽ മതി. ഈർപ്പുണ്ടായാൽ തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ ചെടികൾ ഉണ്ടാവാൻ അത് മതിയാവും. അതിനുള്ള കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പം പച്ചക്കറി പാത്രത്തിലെ മുളച്ചിങ്ങനെ ഇരിക്കുന്നു. കുറേ മുള പൊട്ടിയിട്ട് ഉപയോഗിക്കാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവനെന്ത് ചെയ്യുക, കുറഞ്ഞ നല്ല ഈർപ്പുള്ളതുപോലെയൊക്കെ വളപ്പൊടിയും ചാണകപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ചേർത്തിട്ട് കമ്പോസ്റ്റിൻ്റെ മണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മണ്ണിലൊക്കെ ഇങ്ങനെ ഇതുപോലെ നനച്ചു കൊടുക്കുക. സൈഡിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, മുരട്ട് കൊയ്ക്കാണ്ട്. അതുപോലെ നല്ല ഉഷാറായിട്ടുള്ള ഇപ്പം ഇവിടെ കൊടുന്നുണ്ടാക്കിയിട്ട് അടിയിലായ കോഴികൾ പെട്ടെന്ന് കഴിച്ചു. കോഴികൾക്ക് ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വേഗം തിന്ന് കഴിയാക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് പയറുകളൊക്കെ അറുത്തേ, മുളകൊക്കെ അങ്ങനെയൊക്കെയാണ്. മുളക് കുറച്ച് അറുത്തു. വൈതളങ്ങ ഇതൊക്കെ അറക്കലായിരുന്നു ഇപ്പം ഇന്ന് പണി. ഇത് നമ്മൾ ചിരങ്ങ തെർമാക്കോളിൻ്റെ ബോക്സിൽ ചിരങ്ങൻ്റെ തൈ വെച്ചതാണ്. അങ്ങനെ ആയി വരണേ ഉള്ളൂ. ഇന്നലെ ഇവിടുന്ന് നട്ടതാണ്. വലിയ ആയിട്ട് വേണം. അപ്പോൾ നമ്മളവിടുന്ന് ബോക്സ് പെട്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി, പെട്ടിയാണ് മാറ്റിയിട്ടേ ഇപ്പോൾ ഇതിൽ പയറ് നടാനുള്ള പരിപാടി. അപ്പോൾ അതിനുള്ള ഒരുക്കാനങ്ങൾ ഒരുക്കിയതാണ്. മുളക് കുറച്ചുകൊണ്ട് അറുത്തെടുത്തിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ പയറിൻ്റെ വിത്ത് കൊടുക്കണം, അല്ല ഞാൻ പെട്ടെന്ന് ചീര മുളക്കും. ചീരൻ്റെ വിത്ത് കൂടുതലാണിത്. ചീര മുളക്കും, പയറും ഉണ്ടാവും. പയറുണ്ടാക്കിയെടുക്കാന്ന്. പയർ ഇപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കിയെടുത്തല്ലോ ഉഷാറായിട്ട്. പയർ കുറേ അറുത്തു. അപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ വേനലിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഞങ്ങൾ പടവലം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ പടവലുണ്ട്, ഇതിൽ മൊത്തം ചീര ഉണ്ട്. ഉണ്ടല്ലേ, ചീരൻ്റെ മുള മൊത്തം നിറഞ്ഞ് വരിക. ചീര പെട്ടെന്നായി പോകും. ചീരക്ക് ഇങ്ങനെ മണ്ണിൽ ഇവിടെ വിത്ത് കൊയ്യുന്ന മണ്ണ് ടെറസിൻ്റെ മുകളിലുള്ളത് അടിച്ചിട്ട് അവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് വെതറി കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും വിത്ത്. പക്ഷെ അത് ഓവറായി പോവാണ്, നമുക്ക് ശല്യമായി മാറണമുണ്ട്. അപ്പോൾ അതിപ്പോൾ പുതിയ മൂന്നാമത്തെ പ്രാവശ്യം വരിസം വലിയ മഴ കുറഞ്ഞതിൻ്റെ ശേഷം മൂന്നാമത്തെ പ്രാവശ്യം. അപ്പോൾ വള്ളിയുണ്ടായ കായ 1-2 തവണ വൈതളൻ്റെ പടവല അറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തലില്ല. പിന്നെ വള്ളിൻ്റെ ഒഴിവാക്കുക. പിന്നെ മൂന്നാമതും ഇട്ട് കൊടുക്കുക. അപ്പോൾ പയറിപ്പം ഒന്ന് കുറേ അറുത്തു. അപ്പോൾ പയററുത്തു. അങ്ങനെയുള്ള കൃഷികളൊക്കെ ഇതാ പയറുപാട് അറുത്തത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തേക്കണ്ട്. കണ്ടില്ലേ, ഒരു കിലോൻ്റെ മേലെ ഇപ്പോൾ പയർ അറുത്ത് വെച്ചു. ഇതാ വൈതളങ്ങ കണ്ടാണ്, നല്ല നീളം വൈതളങ്ങ കണ്ടോ. ഇതാണ് ഒരു കൃത്യമായിട്ടുള്ള യാതൊരു വളവുമില്ല. കൃത്യമായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള നല്ല ജൈവ വളം മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പച്ചക്കറിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, കുറേ കഴിയും. 1.5 കിലോ 2 കിലോൻ്റെ അടുത്ത് പയറിപ്പം നമ്മൾ അറുത്തു. ആകെ ഒരു 10 റുപ്യാൻ്റെ ഒരു പാക്കറ്റ് പയറിൻ്റെ മണിയായിരുന്നു. അതിൽ എണ്ണി നോക്കുമ്പോൾ
30 വിത്താണുള്ളത്. 30 മണിയോളമാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ കേടൊന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ മുളച്ചത് ആകെയുള്ള മുരട് ഒരു 10-15 മുരടേ ഉള്ളൂ. ബാക്കിയൊക്കെ പോയി, ക്ലിയറായിട്ട് മുളച്ചില്ല. അപ്പം അതിൻ്റെ ശേഷം വേറൊരു കടയിൽ നിന്ന് കൊടുന്നെങ്കിൽ ഒരു 40 മണിയോളം ഉണ്ട്. വയലാണ് ഇപ്പം അത് വലിയ ഇതിലേറെ വലുത്. ഇതിലും വലിയ പയറാണ് ഇപ്പം ഉണ്ടാക്കാനുള്ളത്, നടാനുള്ളത്. അപ്പോൾ അത് നട്ടും അതും അപ്പം അടുത്ത് വരും. അപ്പോൾ പൈമെന്നൊക്കെ അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ തോക്ക, നല്ല തോക്ക നോക്കിയിട്ട് നല്ല ഗ്രോത്തുള്ള മണി കൂടുതലുള്ള തോക്കകൾ ഇതപ്പം നമ്മളിവിടെ ഇങ്ങനെ മഞ്ഞളിൻ്റെ ഇല പൊതിഞ്ഞ് വെച്ചതാണ്. പിന്നെ സപ്പോർട്ടിങ് ആയിട്ട് ഇനിയിപ്പോൾ പൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ നമ്മളെ മുന്തിരിയൊക്കെ വെട്ടിയത് കാണിച്ചിരുന്നു. ഇതപ്പോൾ മുന്തിരി ഇങ്ങനെ പൊടിക്കാനേ, മുന്തിരിൻ്റെ മുരട്ട് ചുമടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടച്ചതാണ്. മുന്തിരി ഒന്ന് ട്രൈ ആയതിൻ്റെ ശേഷം പുതിയ വളമ കൂട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ നനച്ച് കൊടുക്കുക. അപ്പോൾ ഉടനെ പൊടിച്ച് അതിൻ്റെ മുഖങ്ങൾ ഇതിലൊക്കെ പൊടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആകണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീരൊന്നാണ്ട് വാരുക നല്ലത്. അപ്പോൾ അതിന് നന നിർത്തി മണ്ണ് ഒന്ന് ഡ്രൈ ആയിട്ട് ഉണ്ട്. ഫുള്ളൊക്കെ അതിലൊക്കെ കമ്പോസ്റ്റാണ്, ഒന്നും മണ്ണില്ല, ഫുള്ള് കമ്പോസ്റ്റ് ആയിട്ടുള്ള മണ്ണാണ്. നമ്മൾ മാന്തി എടുത്താൽ അങ്ങനെ അടിയരെ മാന്തി പോവാം. വേണ്ട, നല്ല കമ്പോസ്റ്റ്. പക്ഷേ എന്താ ചേരാട്ട നല്ല വന്ന് പെടുന്നുണ്ട്. പിശുക്കൾ അതൊക്കെ നല്ലോണം നിറയും. ഇങ്ങനെ നോക്കി അടിച്ച് കയറിയിട്ട് പുറത്ത് കയറിയില്ല. അതുമായിട്ടുള്ള ഓരോരെ ഇപ്പം ഒന്ന് നനച്ച് കൊടുത്താൽ, വളമൊക്കെ കൂട്ടി നനച്ച് കൊടുത്താൽ ഫസ്റ്റ് വരുന്ന പുതിയ ശിഖരം വരുന്നതിൽ തന്നെ ഉണ്ടാവും മുന്തിരിൻ്റെ പൂക്കൾ. 1, 2, 3 കമ്പുകളിൽ പൂവ്